2003 എന്ന് പറയുന്ന ഒരു വർഷം വിക്രമിന് ഒരു ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയൊരു വർഷമാണ്. കാരണം അതിൽ ഏറ്റവും വലിയ ഹിറ്റ് ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയുന്നത് സാമി എന്ന് പറയുന്ന സിനിമയാണ്. അത് 2003 മെയ്യിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് തന്നെ ധൂൾ 2003 തുടക്കം ധൂൾ റിലീസ് ചെയ്തു. പിന്നെ ആ വർഷം നവംബറൊക്കെ ആയപ്പോഴാണ് പിതാമഹൻ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 3 സിനിമകളാണ്. അതിൽ സാമിയും ധൂളും വൻ ഹിറ്റുകളാണ്. അപ്പോൾ ആ സമയത്ത് രജനീകാന്ത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 2002 ബാബ എന്ന് പറയുന്ന സിനിമ പരാജയപ്പെട്ടിട്ട് രജനീകാന്ത് ഒന്ന് ബ്രേക്ക് എടുത്തുക്കുന്ന സമയമാണ്. പിന്നീട് നമുക്കറിയാം രജനീകാന്ത് ഒരു 3 വർഷം കണ്ട് ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വരുന്നത്. അപ്പോൾ രജനീനെയും കടത്തി വെട്ടി വിക്രം ഒന്നാമത്തെ പൊസിഷനിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇതിൽ ആ ഒരു കാർട്ടൂണൊക്കെ ഉള്ളത്. അപ്പോൾ കറക്റ്റാണ്. കാരണം വിക്രമിൻ്റെ അന്നത്തെ ഒരു സാമിയുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് അന്നൊരു കേരളം മുഴുവനും A ക്ലാസ്സും B ക്ലാസ്സും C ക്ലാസ്സിലൊക്കെ വളരെയധികം ഇതായിട്ട് വിക്രം നെക്സ്റ്റ് ബിഗ് തിങ് എന്ന രീതിയിൽ തന്നെയായിരുന്നു വിക്രം എന്ന്. ശങ്കറിൻ്റെ അന്യൻ ചെയ്യാൻ പോകുന്നു, അന്യൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ശങ്കറിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റിലുള്ളൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വിക്രം അന്നൊരു ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് എത്തിയ ആ ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നീട് സൂപ്പർ സ്റ്റാർ തന്നെയായി.